ഹലോ ഗായ്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മത്തി മുളകിട്ട കറിയാണ്. അതിന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, അതായത് ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല നാടൻ മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് മുളകിടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ എല്ലാവർക്കും അറിയാം, മത്തിയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് അത് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കൊതി ഉറന്ന ടേസ്റ്റിൽ നല്ല മുളകിട്ട കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു വറ്റിച്ച രൂപത്തിലുള്ള മുളകിട്ടതാണ് ഇത്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളിയും വെളുത്ത ഉള്ളിയും തക്കാളിയും പച്ചമുളകും. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ തക്കാളി വേണ്ട, പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം എടുത്തിട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ചതിലേക്ക് ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പുളിവെള്ളത്തിൽ ഈ പച്ചമുളകും തക്കാളിയൊക്കെ വെന്ത് നല്ലോണം തിളച്ച് വെന്തിട്ട് അതിൻ്റെ ആ പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പോവാൻ തുടങ്ങണം. അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ മത്തിയാണേ, ചെറിയ മത്തി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വേവിക്കുക. നന്നായിട്ട് അടച്ചിങ്ങനെ വേവുമ്പോൾ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. മല്ലിയിലയുടെയും അതുപോലെ ആ തക്കാളി പച്ചമുളക് പുളിയൊക്കെ ആ മീനിൽ കിടന്നിങ്ങനെ തിളക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വെറും ചോറും ആ ഒരു മീൻ വറ്റിച്ചതും കൂട്ടിയിട്ട് കഴിക്കാൻ കൊതിയാവും. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വായിൽ വെള്ളം വരും ആ മണം കേൾക്കുമ്പോൾ. ആകെ ആവിയായിട്ടോ. അത് തുറന്ന് നോക്കിയപ്പോഴേ അടച്ച് വെച്ച് വേവിക്കുകയായിരുന്നു. അപ്പം നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം മീനൊക്കെ ഒരു വെന്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്ര ആയാൽ മതി, മീനൊന്ന് വെന്ത് കിട്ടുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. സൂപ്പറായിട്ട് ഇനി നമുക്ക് ഈ ഫുഡ് അങ്ങോട്ട് കഴിക്കാം. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് മീൻ വറ്റിച്ച് നോക്കിയിട്ട് കഴിച്ച് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്